കടന്നു വന്നിരിക്കുന്ന പ്രിയ സിസ്റ്റർ ആശ ഈപ്പനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അസാബുങ്കുളു ആന്റിയാണ് സിസ്റ്ററെ പരിചയപ്പെടുത്തിയത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുള്ള ഒരു ദൈവദാസിയാണെന്ന് കേൾപ്പാൻ ദൈവം ഇടയാക്കി. സ്തോത്രം. വൈകിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവ് അവസരം നൽകി. കർത്താവിന്റെ ദാസിയെ കർത്താവ് ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ആത്മാവ് നമ്മോട് കൃത്യമായി സംസാരിക്കും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഓപ്പൺ ആക്കിയിരിക്കണം. കാഴ്ചയ്ക്ക് കുറച്ച് പരിമിതി കർത്താവിന്റെ ദാസിക്കുണ്ടെങ്കിലും ആത്മാവ് നടത്തുന്ന പോലെ നമ്മോട് സംസാരിപ്പാൻ നിശ്ചയമായി ഇടയാകും. എല്ലാവരും വീഡിയോയിൽ വന്നാട്ടെ, അത് അനുഗ്രഹമാണല്ലോ. സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയെ ആത്മനിയമം പോലെയുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാവേളയില് നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനും പ്രത്യേക ഇൻട്രൊഡ്യൂസ് ചെയ്ത സാബു അങ്കിളിനും എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചുരുക്കം ചിലരെ മാത്രമേ എനിക്ക് ഇതിനകത്ത് വ്യക്തിപരമായി പരിചയമുള്ളൂ. സാബു അങ്കിൾ, മേരിക്കുട്ടി ആന്റി, പിന്നെ ഒരു ഡിവൈസ് ഇവിടെ കാണുവാനിടയായി. ജിക്സി സിസ്റ്ററിൻ്റെതാണെന്ന് തോന്നുന്നു. യെസ്, ആമേൻ. ദൈവം ധാരാളമായി നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിചാരിതമായിട്ടാണ് ദൈവമക്കളെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. ഒട്ടുമേ പ്രതീക്ഷയല്ല. ഒരു കാര്യം ആദ്യമേ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത് കൊള്ളട്ടെ. എൻ്റെ മലയാളം അത്ര ശരിയല്ല. ചില വാക്കുകൾ ഇംഗ്ലീഷിലൊക്കെയും വന്നു പോകും. കാരണം ഞാൻ പഠിച്ചതും ജനിച്ചതും വളർന്ന എല്ലാം നോർത്ത് ഇന്ത്യയിലാണ്. 4 വർഷമേ ആയുള്ളൂ ഞങ്ങൾ എറണാകുളത്ത് പുത്താനിക്കാട് എന്ന ദേശത്ത് വന്ന് പാർക്കുന്നത്. എന്നെ കുറിച്ച് ചുരുക്ക വാചകങ്ങൾ മാത്രം, സമയം മുൻപോട്ട് പോകുന്നല്ലോ, വാചകങ്ങൾ മാത്രം, 1-2 വാക്കുകൾ മാത്രം എൻ്റെ പരിചയം ഞാൻ പറയട്ടെ. എൻ്റെ പേര് ആശ ഈപ്പൻ. എൻ്റെ ഭവനത്തിൽ ഡാഡി, മമ്മി, ഞങ്ങൾ 3 പേര് അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാ. ഞാൻ 7ാം മാസത്തിലാണ് ജനിച്ചത്. പ്രീമേച്ചറായിരുന്നു എൻ്റെ ബർത്ത്. അതിൻ്റെതായിട്ടുള്ള ശാരീരിക അപാകതകളെല്ലാം എൻ്റെ ശരീരത്തിലുണ്ട്. എന്നെ നേരിട്ട് കണ്ടവർക്ക് അറിയാം. സംഭവങ്ങളിൽ എന്നെ നന്നായി അറിയാം. എൻ്റെ ബലഹീനതകൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കണ്ണിന് പരിമിതിയുണ്ട്. 3ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ പഠിത്തം നിർത്തേണ്ടിയിരുന്നതാകട്ടോ. എന്നാൽ ദൈവത്തിന്റെ വീരപ്രവൃത്തിയാൽ കർത്താവിന്റെ കൃപയാൽ ഇന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, ഒരു പോസ്റ്റ് ഗ്രാജുവേഷനുമായി നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. അതോടുകൂടെ ഒരു അർഹതയുമില്ലാതെ എന്നെ കർത്താവ് കമ്പ്യൂട്ടർ പഠിപ്പിക്കുവാൻ ഇടയായി, ഒരു ജോലി തരുവാനിടയായി. കർത്താവിന്റെ തക്ക സമയത്ത് അതിൽ നിന്നും പുറപ്പെടുവിച്ച് ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നത്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണ്. എല്ലാ കാര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവമക്കളെ, പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. വചനത്തിൽ കൂടെ പല കാര്യങ്ങളും നമ്മൾ പല സമയങ്ങളിൽ കേട്ടിട്ടുള്ളവരാണ്. എങ്ങനെയാണ് നമ്മളെ നയിക്കാൻ പോകുന്നത് നമ്മൾക്കറിയില്ല. അതുകൊണ്ടാ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. പിന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കണ്ണിന് പരിമിതിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണുന്നതായി ഡിവൈസസ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കാണുന്ന അനുഗ്രഹമാണ്. കാരണം ഇതിനകത്ത് കാണപ്പെടുന്നതായി പേരുകൾ വായിക്കുന്നത് പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പേരുകൾ മാറിപ്പോയാൽ ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ കേട്ടോ. ഈ റൈറ്റ് ഐ ബ്ലൈൻഡ് ആണ്, ലെഫ്റ്റ് ഐ മാത്രമേ കാഴ്ചയുള്ളൂ. അറൌണ്ട് 70%, 65 to 70% കാഴ്ചയുള്ളൂ. കർത്താവിന്റെ കൃപയാലാണ് നിൽക്കുന്നത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവമക്കളെ, പേരുകൾ മാറിപ്പോയാൽ ക്ഷമിക്കണേ, എന്നെ പറഞ്ഞൊന്ന് സഹായിക്കണം കേട്ടോ. ദൈവം തന്നിരിക്കുന്ന ആ മെസ്സേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, നമ്മൾക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നയിക്കുന്നതായ വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നോഹയെ ദൈവം ഓർത്ത ആ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നയിച്ചിട്ട് പറഞ്ഞു, എന്റെ ജനത്തോട് പറയണം, ഇറ്റ്സ് ഗോയിങ് ടു ബി എ സീസൺ ഓഫ് ചേഞ്ച്. ഹല്ലേലൂയ. മാറ്റത്തിന്റെ ഒരു കാലം വന്നിരിക്കുക. മാറ്റത്തിന്റെ ഒരു കാലം. കുറിവാക്യമല്ല കേട്ടോ ദൈവം ഏൽപ്പിച്ച ദൂതാ പറയുന്നത്. വാക്യം പിന്നീട് വരുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് നയിക്കുന്നതായ ആ ദൂതിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത്. ഒരു മാറ്റത്തിന്റെ സമയമായി ദൈവമക്കളെ.
ദൈവം നോഹയെയും നമ്മൾ 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. തന്റെ സൃഷ്ടിയെ ഓർത്ത ദൈവം നോഹയുടെ കുടുംബത്തെ ഓർക്കാതിരിക്കുമോ? ദൈവം തന്റെ ജനത്തെ ഓർത്തു. ദൈവം തന്റെ ജനത്തെ ഓർത്തപ്പോൾ ഒരു കാറ്റടുപ്പിച്ചു കേട്ടോ, ഒരു കാറ്റടുപ്പിച്ചു. ഹല്ലേലൂയ. അതുവരെ ഒഴുകി നടന്നതായ പെട്ടകം അരാരത്തിൽ ചെന്നു ഇറക്കുവാനിടയായി. ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ട വിഷയത്തിന്മേൽ കർത്താവ് പറഞ്ഞു, ഒരു തളിർപ്പ് ആരംഭിച്ചിരിക്കുക, ആരംഭം കുറിച്ചിരിക്കുക, വിടുതലിന്റെ ആരംഭം കുറിച്ചിരിക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാനിടയാകും. താമസിക്കത്തില്ല കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാ. ദൈവം കാറ്റടുപ്പിച്ചിരിക്കുക കേട്ടോ. ആരാധത്തിലേക്ക് ദൈവത്തിന്റെ പെട്ടകം ചെന്ന് എത്തിയതുപോലെ ദൈവം ചിലരെ ഉറപ്പിക്കാൻ പോകുക, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു കേട്ടോ. ദൈവം ഉറപ്പിക്കുന്ന സമയം കടന്നു വരുന്നു. ബാബുജി റാന്നി എന്ന ഡിവൈസിലെ അങ്കിളിനോട് കർത്താവ് പറയുക, ദൈവം ഉറപ്പിക്കാൻ പോകുക, ഉറപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ പോകുക. ഉറബാല ഭവിഷ്യധാരക ഒഴുകി നടക്കുന്നത് ഒരു അനുഭവമല്ല. ഓ റീഖാന ധീരഭാഷ ദൈവപ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു ഫോക്കസ് ഇന്നടത്തേക്കാണ് ദൈവാത്മാവ് നയിക്കുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയ ചില അനുഭവങ്ങൾ കർത്താവ് പറയുന്നു, ഞാൻ ഉറപ്പിക്കാൻ പോകുക. എവിടെ ഉറപ്പിക്കണം എന്റെ ദാസിനെ, എവിടെ ഉറപ്പിക്കണം, നിന്നെ എവിടെ ഉറപ്പിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ ഉറപ്പിക്കുക. നീ ഒരു ഉറപ്പുള്ള അനുഭവത്തിലേക്ക് കടന്നുപോയി സെറ്റിലാക്കുന്ന ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പോകുന്നത്. സെറ്റിലാക്കുന്ന ദൈവപ്രവൃത്തി. അതിശയം എന്ന നാമമുള്ള ദൈവം തന്നെയാ പറയുന്നത്. അതിശയം പ്രവർത്തിക്കാൻ പോകുക ദൈവമക്കളെ. കർത്താവ് അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാ, വിശ്വസിച്ചു കൊള്ളുക. ഇതുവരെ കണ്ണിന് കണ്ടിട്ടില്ലാത്ത പ്രവൃത്തി കാണാൻ പോകുക. ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തിയെ കുറിച്ച് കേൾക്കാൻ പോകുക. ഹൃദയത്തിൽ വിചാരിച്ചിട്ട് പോലും ഇല്ലാത്ത അനുഭവങ്ങളെ തിരിച്ചറിയാൻ പോകുക. ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരമാ കൂടെയുള്ളത്. ദൈവം സിയോനോട് കരുണ കാണിക്കും കേട്ടോ. ചിലർ ഇവിടെ ഇരിക്കുന്ന ചിലർ സ്വപ്നം കാണുന്നവരെ പോലെയായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഒരു വഴി ഒരുക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി മടങ്ങി വരവ് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ആരും തള്ളപ്പെടാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ ജോസ് പാസ്റ്റർ, കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് പറയുക, ചിലർക്ക് വേണ്ടി മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ? മടങ്ങിയവന് വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവ് പറയുക, ഞാൻ ചിലരെ മടക്കി വരും, ചിലര് വരുത്താൻ പോവുക കേട്ടോ. കർത്താവ് തന്നെ പിടിച്ചുകൊണ്ട് വരുന്ന അനുഭവം കടന്നു വരുന്നോ? ചിലർ സ്വപ്നം കാണുന്നവരെ പോലെ മടങ്ങി വരിക. കാരാഗ്രഹത്തിൽ നിന്നും ഒരു പത്രോസിനെ ദൈവം പുറപ്പെടുവിച്ചതുപോലെ ദൂതനെ അയച്ച് ചിലരെ ദൈവം പുറപ്പെടുവിച്ചിട്ട് വരും. പരിമിതികൾ ദൈവത്തിന് പരിമിതി ഇല്ല കേട്ടോ. മനുഷ്യരുടെ ദൃഷ്ടിയില്ല ചില അതിരുകളൊക്കെ ഉള്ളത്. ആ ദൈവത്തിന് അതിരില്ല എന്ന് കർത്താവ് ഉറപ്പിച്ചു പറയുന്നു. ദൈവപ്രവർത്തി കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് പറയുക, അതിരുകൾ താണ്ടി ദൈവം അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവം. അതിരുകൾക്ക് അപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വചനത്തിലേക്ക് നമുക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെത്താണിരിപ്പിൻ. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെത്താണിരിപ്പിൻ.
പലപ്പോഴും വായിച്ചിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതും അനേക ദൂതുകൾ കേട്ടിട്ടുമുള്ള പല പ്രാവശ്യം പലരുടെ പല ദൂതുകൾ കേട്ട ദൈവമക്കളെ ഇവിടെ ഇരിക്കുന്നത്. ദൈവം ഏൽപ്പിച്ച ദൂത്, എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ പറഞ്ഞിട്ടാ എന്റെ വാക്കുകൾ ഞാൻ നിർത്തിക്കൊള്ളാം. ദൈവമക്കളെ, മന്ന ഓരോ ദിവസവും ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്നതിനൊരു പുതുമയുണ്ട് കേട്ടോ. ഓരോ ദിവസം ഫ്രഷ് ആയിട്ടാണ് നൽകുന്നത്. ഇന്ന് രാത്രികാലം ദൈവം നൽകുന്ന മന്ന വിശ്വാസത്തോടെ ഇത് മന്നയായി ഏറ്റെടുക്കുന്നുവെങ്കിൽ, മന്നയായി തന്നെ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇതിലൂടെ ദൈവശക്തി വ്യാപരിക്കും, ഇതിലൂടെ വിതരകൾ വ്യാപരിക്കും. ചില കെട്ടുകൾ അഴിയാൻ പോയ ചില വഴികളുടെ അതിരുകൾ വിസ്താരമാക്കാൻ പോവുകയാണെന്ന് കർത്താവ് ചെയ്യുന്നു. അതിരുകളെ മാറ്റുന്ന ദൈവത്തിന് ഈ വചനത്തിലൂടെ വെളിപ്പെടാൻ പോകുക. ഒതുങ്ങിപ്പോയവരെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇവിടെ ഉണ്ട്. ഒതുങ്ങിപ്പോയ അനുഭവത്തിൽ നിന്നും ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിക്കുവാനുള്ള കാലമായി. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പീൻ. ഞാൻ താണിരുന്നിട്ട് കുറെ കാലമായി. ഞാൻ ദൈവത്തിലേക്ക് ഇരുന്ന് കാത്തിട്ട് കുറെ കാലമായി. റീകാല ഹന്തല, എന്റെ ജീവിതത്തിൽ ഇതുവരെയും ദൈവപ്രവൃത്തി കണ്ടില്ല എന്ന് ഉള്ളുകൊണ്ട് പറയുന്ന ദൈവമക്കളെ, വിടുതലിന്റെ കാലം ആരംഭിച്ചിരിക്കുക. നിങ്ങളുടെ വിടുതലിന്റെ സമയം ആരംഭിച്ചിരിക്കുകയാണെന്ന് ഈ വർഷത്തിന് ആരംഭത്തിൽ ദൈവം ചില വാഗ്ദത്തങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ പൂർണ്ണതയിൽ എത്താതിരിക്കുന്ന ചില അവസ്ഥകളിൽ ഭാരപ്പെടുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നു, അടുത്തിരിക്കുക, ദൈവപ്രവൃത്തി അടുത്തിരിക്കുക, താമസിക്കയില്ല കേട്ടോ. താഴ്ന്നിരുന്നോ, താഴ്മ ധരിച്ചോ, ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി കാത്തിരുന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുക. താഴ്മയാ വിഷയം, ദൈവ പൈതലെ, താഴ്മയാ വിഷയ. എത്രത്തോളം താഴുന്നു അത്രത്തോളം ദൈവശക്തിയോടെ പ്രവർത്തിക്കുക. എത്രത്തോളം താഴുന്നു അത്രത്തോളം ഉയർച്ച ഉറപ്പാകട്ടോ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ഉദാഹരണം, ഒരു ജലസംഭരണി അല്ലെങ്കിൽ ഒരു കിണർ, അതിൽ എത്രത്തോളം താഴ്ചയുണ്ടോ അത്രത്തോളം വെള്ളത്തിന്റെ കപ്പാസിറ്റി അതിൽ ഓർത്തുകൊള്ളുക. എത്രത്തോളം അതിന് താഴ്ചയുണ്ടോ, എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം അതിന്റെ കപ്പാസിറ്റി ഉണ്ട്. ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ എത്രത്തോളം ദൈവത്താഴ്മയുണ്ടോ അത്രത്തോളം ഉയർച്ചയും അത്രത്തോളം നിറവും ഉറപ്പാണെന്നേ. കാരണം ദൈവം പറഞ്ഞാൽ അത് പറഞ്ഞത് അതിന്റെ വാഗ്ദത്തം മാറുകയില്ല. ദൈവത്തിന്റെ സമയമുണ്ട്. ദൈവം ഒരു ടൈം ലൈൻ വെച്ചിട്ടുണ്ട്. മേരിക്കുട്ടി ആന്റി, ദൈവം ഒരു ടൈം ലൈൻ വെച്ചിട്ടുണ്ട്. ആ ടൈം ലൈനിൽ ഉള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി തികച്ചെടുക്കും, മാറത്തില്ല. ദൈവം പറഞ്ഞാൽ വാക്ക് മാറുവാൻ മനുഷ്യനല്ല. മനുഷ്യന്റെ വാക്ക് മാറിപ്പോകും. സാബുവെങ്കിൽ മനുഷ്യന്റെ വാക്ക് മാറും, പക്ഷെ ദൈവത്തിന്റെ വാക്ക് മാറത്തില്ലെന്നേ. ഏത് വിധത്തിലാ വിടുവിച്ചെടുക്കേണ്ടതെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥന വീട്ടുകളെയാതെ നിരന്തരം നിരാശപ്പെടുത്തുന്ന സിറ്റുവേഷൻ കാണുമ്പോഴും നിരന്തരം പ്രാർത്ഥനയിൽ വഹിച്ചു കൊള്ളുക. പരിശുദ്ധാത്മാവ് വീരം പ്രവർത്തിക്കാനുള്ള സമയം മുൻപിലുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില സർപ്രൈസസ് ദൈവം വെച്ചിരിക്കുന്നതാ. സാമൂഹ്യങ്ങളോട് പറയുന്ന, കുടുംബത്തോടെ പറയുന്ന പ്രതീക്ഷിക്കാത്ത ചില സർപ്രൈസസ് ദൈവം കരുതി വെച്ചിരിക്കുക. അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ അത് കാണാൻ പോകുകയാ. ചില പ്രതീക്ഷിക്കാത്ത സർപ്രൈസസ്. ദൈവം ഇങ്ങനെയും പ്രവർത്തിക്കുമോ എന്ന് ചിന്തിക്കുന്നതായ അനുഭവങ്ങൾ കേട്ടോ, അത് വെളിപ്പെടാൻ പോകുകയാ. റഗല ഹന്തരെ, വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. വേഗത്തിൽ നമുക്ക് വായിക്കാം. വായിച്ചിട്ടുള്ളതായി ധ്യാനിച്ചിട്ടുള്ളതായി വചനം തന്നെയാ പിന്നെയും എടുക്കുന്നത്. എന്തിനാ ഇത് തന്നെ പിന്നെയും വരുന്നതെന്ന് ചോദിക്കരുത്. ദൈവത്തിന്റെ പർപ്പസ്. 1 ശമൂവേൽ 16 അധ്യായത്തിന്റെ 13 വാക്യം വായിക്കാം. 1 ശമൂവേൽ 16 അധ്യായം 13 വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കം എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു.
യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. ദൈവമക്കളെ ആരും മുൻവിധിയോടെ ആയിരിക്കരുത്. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ഈ കാര്യം വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നതാ. ദൈവാത്മാവ് ഓരോ ഹൃദയങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം ഓരോ ഹൃദയങ്ങളെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമക്കളെ ഈ വചനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പോകുകയാ കേട്ടോ. സംശയിക്കരുത്. ഈ വചനം വിടുതൽ നൽകാൻ പോകുകയാ. സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് രാജാഭിഷേകം പ്രാപിച്ചതായി ദാവീദ് തന്റെ ദൗത്യം നിർവഹിച്ചിട്ട് ശമൂവേൽ തന്റെ സ്ഥാനത്തേക്ക് പോയപ്പോഴും ദാവീദ് ഓർക്കണം, എവിടെ വെച്ചാണ് അവന് അഭിഷേകം പ്രാപിച്ച? മുന്നിൽ വെച്ച് അഭിഷേകം പ്രാപിച്ചത്. ആ ശുദ്ധീകരണ പ്രക്രിയയിൽ പോലും ദാവീദിനെ ഉൾപ്പെടുത്താതിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിൽ നിന്നും ഒരു ഡയറക്റ്റ് അനോയിന്റിങ് ഇറങ്ങി വരിക. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ മാനിക്കാനും നിന്നെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആര് അവഹേളിച്ചാലും, ആര് തള്ളിപ്പളഞ്ഞാലും, ആര് മാറ്റി നിർത്തിയാലും അവരുടെ മുന്നിൽ നിന്നെ മാനിക്കും. ആര് നിന്നെ തള്ളിക്കളയുന്നു അവരുടെ മുന്നിൽ വെച്ച് തന്നെ മാനിക്കാനാ ദൈവം തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. താഴ്ന്നിരുന്നു കൊള്ളുക. ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരുന്നു കൊള്ളുക. ദൈവം ഏൽപ്പിച്ചതിൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ എളിമയോടെ ആയിരുന്നു കൊള്ളുക. മാനിച്ചുയർത്തുന്ന ഒരു സമയമുണ്ട്. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ച പ്രത്യേക ഒരു പദം, അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. അന്ന് മുതൽ എന്ന് മുതലാ? അഭിഷേകം പ്രാപിച്ചത് മുതൽ. അന്ന് രാജാഭിഷേകം ദാവീദിന്റെ തലയിൽ വീണ സമയം മുതലാ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. ദൈവപ്രവൃത്തി വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുന്നു. അന്ന് മുതൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ദാവീദിന് അറിയത്തില്ല ഇനി മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. പക്ഷെ ദൈവത്തിന് അറിയാം ഇവൻ എന്തൊക്കെയാ നേരിടാൻ പോകുന്നതെന്ന്. അതിന്റെ 19 അതേ അധ്യായത്തിന് 19 വാക്യത്തിൽ വായിക്കണതിൽ പറയട്ടെ. 19 വാക്യത്തിൽ പറയുന്നു, അപ്പോഴും ദാവീദ് ആടുകളോടുകൂടെ ഇരിക്കുകയാ. മനസ്സിലായോ? അപ്പോഴും അവന് മേൽ രാജാഭിഷേകം വീണിച്ചും അവൻ രാജാഭിഷേകം പ്രാപിച്ചിട്ടും അടുത്ത രാജാവാകുമെന്നുള്ള ആ ഉറപ്പ് കിട്ടിയിട്ടും അവൻ തന്റെ ദൗത്യത്തിലേക്ക് മടങ്ങിയ ഞാൻ രാജാവാണ്, ഇനി ഈ പണിക്ക് ഇല്ല എന്ന് പറഞ്ഞ് മാറിയില്ല. ഇതാണ് താഴ്മ. ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ച പൊസിഷൻ നമ്മൾ സൂക്ഷിച്ചോണം കേട്ടോ. നമ്മളെ ദൈവം ഏൽപ്പിച്ച പൊസിഷൻ സൂക്ഷിച്ചോണം. നമ്മളെ ദൈവം എവിടെയാ വിളിച്ചിരിക്കുന്നത്, ഏത് കാര്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നത്, അതേ ഡ്യൂട്ടിയിൽ തന്നെ ഉറച്ചു നിന്നോണം. കർത്താവ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും വരെയും, ദൈവം പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും വരെയും, ദൈവപ്രവൃത്തി വെളിപ്പെടുവോളം പരിശുദ്ധാത്മാവ് നയിക്കുന്നതായ അതേ നിയോഗത്തിൽ തന്നെ നിൽക്കണം. വിജയ് എന്ന ഡിവൈസിലെ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? യെസ്. കർത്താവ് പറയുക, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത്, ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് താഴ്മയോടെ എളിമയോടെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അതിലേക്ക് ലിഫ്റ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ലിഫ്റ്റിംഗ് പ്രോസസ് ദൈവത്തിന്റെ കരത്താൽ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന കർത്താവിനെ ആത്മാവ് അരുളി ചെയ്യുക. ദൈവത്താൽ മാത്രമേ ഒരു ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. ദൈവം ഉറപ്പിച്ചു പറയുന്നു, കർത്താവിനാൽ മാത്രമേ ഒരു വിടുതൽ ഉള്ളൂ കേട്ടോ. മനുഷ്യരിൽ ആശ്രയിക്കരുത്.
എടുത്തുകൊള്ളുക. മനുഷ്യരിൽ ആശ്രയിക്കരുത്. യാതൊരു കാരണവശാലും മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്. ദാവീദിന്റെ മേൽ രാജാഭിഷേകം വന്നപ്പോൾ അവൻ അടുത്ത രാജാവാകുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടു അവനെ നിർത്തിയിരുന്ന പൊസിഷൻ അവൻ ഉറത്തി നിന്നത് കൊണ്ട് എത്രത്തോളം ഓരോ സ്റ്റെപ്പായിട്ടാ ദാവീദിന്റെ ദൈവം ഉയർത്തിയത്. അതേ പൊസിഷനിൽ അവൻ മുൻപോട്ട് പോയി. ദൈവമക്കളെ ഓർത്തുകൊള്ളുക, ദൈവം ദാവീദിനെ സ്റ്റെപ്പായിട്ടാ മാനിച്ചത്. ദൈവം ദാവീദ് സ്റ്റെപ്പായിട്ടാ ഉയർത്തിയത്. ഒറ്റ ദിവസം കൊണ്ട് രാജാവാക്കിയതല്ല. ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ തക്ക സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവമേ എന്നോട് ഇത് അരുളി ചെയ്തു, എന്റെ ജീവിതത്തിൽ നിറവേറ്റും എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിന്റെ സ്ഥലം പ്രാർത്ഥിച്ചു കൊള്ളുക. എന്നാൽ കർത്താവെ പറഞ്ഞിട്ട് എന്തായി എന്ന് കർത്താവിനോട് പുറപുറക്കരുത് കേട്ടോ. അതൊരു ടെംപ്റ്റേഷനാ. പുറപുറപ്പ് ഒരു ടെംപ്റ്റേഷനാ, ഒരു പ്രലോഭനമാണ്. ദൈവമക്കളെ ശത്രു ജയമെടുക്കുവാൻ അനുവദിക്കരുത്. വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണമേ. ദാവീദിന്റെ അനുഭവം നോക്കിയാല് പിന്നത്തേതിൽ അതേ അധ്യായത്തിൽ 21, 22 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാവ് അവനെ വിളിപ്പിക്കുന്നു. അവൻ കിന്നരം വായിക്കാൻ തുടങ്ങി. ശൗലിന്റെ ജീവിതത്തിൽ ചേഞ്ച് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ശൗലിന്റെ ജീവിതത്തിലുള്ള വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ദാവീദിനെ തന്നെ ശൗൽ എന്ത് ചെയ്തു? തന്റെ കൊട്ടാരത്തിൽ പാർപ്പിക്കാൻ ഇടയായി. ആയുധവാഹകനാക്കി തീർത്തു. കൊട്ടാരത്തിൽ താമസിക്കുവാൻ ഇടയായി. പിന്നത്തേതിൽ നോക്കണമേ, അവൻ ഗോലിയാത്തിന്റെ മുൻപിൽ യുദ്ധക്കളത്തിൽ ചെല്ലുന്നതും തന്നെ അപ്പന്റെ ഭവനത്തിൽ നിന്നാ. ഓർത്തോണ്ട് അവന്റെ ഡ്യൂട്ടി അവൻ മറന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് എടുത്തെടുത്തി കാര്യം തന്റെ ജനത്തോട് പറയുക. ദൈവം ഏൽപ്പിച്ച ഡ്യൂട്ടി മറന്നു പോകരുത്. സീസൺ ഓഫ് ചേഞ്ച് ആണ്, വിടുതലിന്റെ ആരംഭമാണ്. എന്നാൽ ദൈവം ഏൽപ്പിച്ചതിൽ തന്നെ താഴ്മയോടെ വിശ്വസ്തരായി ഉറച്ചു നിന്നുകൊള്ളുക. ദൈവം തക്ക സമയത്ത് മാനിക്കുവാനിടയാകും. 1 ശമൂവേൽ 17 അധ്യായത്തിന്റെ 28 വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 17 അധ്യായത്തിന്റെ 28 വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുള്ളത് നീ ആരുടെ അടുക്കൽ വിട്ടുവെച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. ഓർത്തു നോക്കണം, ഈ ഏലിയാബിന്റെ മുന്നിൽ വെച്ചല്ലയോ ദാവീദിനെ അഭിഷേകം ചെയ്തതാ. ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്തത് ഈ സഹോദരന്റെ കൺമുൻപിൽ വെച്ച. ദൈവമക്കളെ, നമ്മളുടെ മേൽ കർത്താവിന്റെ അഭിഷേകവും ദൈവത്തിന്റെ നിയോഗവും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുവായവൻ അസൂയ വ്യാപരിക്കും കേട്ടോ. ശത്രു അസൂയപ്പെടുവാൻ ഇടയാകും. കുറ്റം ചുമത്തപ്പെടുന്നത് ദാവീദിന്റെ മേൽ അവൻ നിഗളിയാണെന്ന് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുകയല്ലേ. ഭാരപ്പെടേണ്ട ദൈവ പൈതലേ, ഇല്ലാത്ത കാര്യം നിന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുമ്പോൾ നീ ഭാരപ്പെടേണ്ട. ദാവീദ് എന്താ ചെയ്തതെന്നറിയാമോ? അവിടുന്ന് മാറിപ്പോയി. അടുത്ത വാക്യങ്ങൾ കാണുന്നുണ്ട്, അവൻ മാറിപ്പോയി. എന്നെയാ അഭിഷേകം ചെയ്ത ഞാൻ അടുത്ത രാജാവെന്ന് പറഞ്ഞില്ല. ഡോണ്ട് ആർഗ്യൂ. ദൂതദൈവത്തിലെ ഏറ്റെടുത്തു. ഡോണ്ട് ആർഗ്യൂ. പ്രതിവാദത്തിനും നിൽക്കരുത്. പ്രതിവാദിക്കാൻ നിൽക്കരുത്. നിന്റെ മേൽ അഭിഷേകമുണ്ട്. അഭിഷേകം ദൈവം തെളിയിച്ചു കൊള്ളൂ. ദൈവമാ അഭിഷേകം തെളിയിക്കാൻ പോകുന്നത്. നീ ആരാണെന്ന് ദൈവമാ തെളിയിക്കാൻ പോകുന്നത്. പരസ്യമായിട്ട് ജനം കാണുക, തന്റെ സഹോദരങ്ങൾ കാണുക ദാവീദ് അഭിഷേകം പ്രാപിച്ചത്.
അത് സഹോദരങ്ങൾ കാണുക മാത്രമാണ്. ബാക്കി ലോകം വലിയ ആൾക്കാരൊന്നും അറിഞ്ഞില്ല. ശൗൽ അറിഞ്ഞില്ല കേട്ടോ. ദൈവപരിലെ താഴ്മയുടെ ആയിരുന്നു. നിന്റെ മേലുള്ള അഭിഷേകം ഇപ്പോൾ ചുരുക്ക ജനമാ അറിയുന്നത്. ഇനി ലോകം അറിയാൻ പോകുകയാണ്. ഇവൻ ആരുടെ മകനെന്ന് ശൗൽ ചോദിക്കുന്ന സമയം കടന്നു വരുന്നു കേട്ടോ. ഇത് ആരാന്ന് ജനം ചോദിക്കുന്ന സമയം കടന്നു വരുന്നു കേട്ടോ. സാറാമ്മ ജെയിംസ് എന്ന ഡിവൈസിലെ സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് ആരുടെ മേലാ ഇരിക്കുന്നതെന്ന് ജനം കാണുക ഒരു വ്യത്യാസം വെളിപ്പെടാൻ പോകുക. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഇവളുടെ മേൽ ഒരു ചേഞ്ച് ഉണ്ടെന്ന്, ഇവളുടെ ഒരു വ്യത്യാസമുണ്ടെന്ന് ജനം അറിയാൻ പോകുക കേട്ടോ. അഭിഷേകത്തിന്റെ ശക്തി ആരുടെ മേലാണെന്ന്, ആ നിയോഗം ആരുടെ മേലാണെന്ന് ദൈവം പരസ്യമായി വെളിപ്പെടുത്തുന്ന സമയമുണ്ട്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചോ. അഭിഷേകം വീണിരിക്കുന്ന ആ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാനുള്ള സമയമാ. വരും ദിവസങ്ങളിൽ ചില അടയാളങ്ങളോടുകൂടി ദൈവം വെളിപ്പെടുത്താൻ പോകുക. ആ ആത്മനിറവ് അത് കവിഞ്ഞൊഴുക്കിലേക്ക് നയിക്കേണ്ടതിനു വേണ്ടി മാത്രം ഇപ്പോഴായിരിക്കുന്ന അനുഭവത്തിലല്ല, നിറഞ്ഞ കവിയുന്ന ഒരു അനുഭവം ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അവനെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്ക. സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുക, അവനെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്ക. ഓ ആത്മനിറവ് ദൈവ കൃപയായി ശുശ്രൂഷയായി വെളിപ്പെടുന്നതായ സമയം മുൻപിൽ ഉണ്ട്. ഒരു പ്രത്യേക നിയോഗമാ ദൈവം തന്നിരിക്കുന്നത്. ഇപ്പോൾ സീക്രട്ട് ആയിട്ട് രഹസ്യമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിയോഗമുണ്ടല്ലോ, അത് പരസ്യമായി വെളിപ്പെടുന്ന സമയമുണ്ട്. ഓ പരിമള സുഗന്ധവർഗം നിറഞ്ഞതായ പാത്രത്തെ സൂക്ഷിച്ചു കൊള്ളുക. ദുർഗന്ധം വമിക്കുന്നതായ ചില മേഖലകളിലേക്ക്, ചില അനുഭവങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇതിന്റെ സൗരഭ്യ, കൃപയുടെ സൗരഭ്യ വെള്ളത്തിന്റെ മധ്യത്തിൽ അത് പരക്കാൻ പോകുകയാ. ഈ വരും ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് ഗൈഡൻസ് തന്നുകൊണ്ട് സംസാരിക്കാൻ ഇടയാകുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമക്കളെ, വചനത്തിലേക്ക് വേഗം മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാ. ദാവീദിന്റെ മേലുള്ള അഭിഷേകം അവനെ കൊണ്ട് ചെന്ന് നിർത്തിയതുണ്ടല്ലോ എവിടെ? യുദ്ധക്കളത്തില്. യുദ്ധക്കളത്തിൽ പോയതും പോരെ, സഹോദരന്മാരുടെ പരസ്യമായി പഴിയേറ്റ് കേട്ടോ. ഈ ഏലിയാവ് പറഞ്ഞതേ, എന്ത് ഈ കാര്യങ്ങള് അവൻ മാത്രമേ കേട്ടുള്ളൂ? ദാവീദ് മാത്രമേ കേട്ടുള്ളൂ? അല്ല, കൂടെ ഉണ്ടായിരുന്നവരും കേട്ടു. അവിടെയുള്ള ജനം മൊത്തം കേട്ടു. അവിടെയുള്ള ജനം നാണക്കേടായി അല്ലേ? ദൈവം എന്തിനാ എന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നയിച്ചത്? ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? എന്നെ രാജാവാണെന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്തിട്ട് എന്നെ പരസ്യമായി നിന്ദിക്കാനാണോ കർത്താവേ? ഇവിടെ ഇരിക്കുന്ന ചിലര് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ എന്ത് ചെയ്തിട്ടാ എന്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം? ചോദിച്ചിട്ടില്ലേ? വിൻസി സണ്ണി എന്ന ഡിവൈസിലെ ആന്റി കേൾക്കുന്നുണ്ടോ? ഈ ഖാന ദുരബാല ശബ്ദരെ ചോദിച്ചിട്ടില്ല, കർത്താവ് ഞാൻ എന്ത് ചെയ്തിട്ടാ കർത്താവ് എന്നെ ഇങ്ങേ ഒരു അനുഭവത്തിലേക്ക് നയിച്ചതാ? കർത്താവ് പറയുന്നു, മകളെ, നിന്റെ മേലുള്ള അഭിഷേകത്തെ ഒന്ന് പരസ്യമായി വെളിപ്പെടുത്താനാ. നിന്റെ മേലുള്ള അഭിഷേകം നീ ആരാണെന്നൊന്ന് വെളിപ്പെടുത്താനാ. താഴ്ന്നിരിക്കുക, ദൈവസന്നിധിയിൽ നിന്ന് താഴ്ന്നിരിക്കുക. നിന്റെ മേലുള്ള അഭിഷേകം ഞാൻ ജനത്തിന്റെ മുന്നിൽ വെളിവാക്കുന്ന സമയമാ മുന്നിലുള്ളത്. പ്രതിവാദിക്കാൻ പോകരുത് കേട്ടോ. പ്രതിവാദിക്കരുത്. കുറ്റാരോപണങ്ങൾ പലതും പല ദിശകളിൽ നിന്നാ വരുന്നത്. പക്ഷേ പ്രതിവാദിക്കരുത് കർത്താവ് അരുളി ചെയ്യുന്നു. താഴ്ന്നിരിക്കുക. ദൈവസന്നിധിയിൽ നിന്നോ വിടുതൽ കൽപ്പിക്കപ്പെടുന്ന സമയം അടുത്തു തന്നിരിക്കുക. വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഈ സഹോദരന്റെ കൺമുൻപിൽ വെച്ച് തന്നെയാ, ഈ സഹോദരൻ നോക്കി നിൽക്കെ തന്നെയാ ദാവീദ് ഗോലിയാത്തിന്റെ തല ട്രോഫി പോലെ പിടിച്ചോണ്ട് പോയത്. വിശ്വസിക്കാമോ? എത്ര പേര് ഈ ദൂത് എടുക്കാൻ തയ്യാറായത്? രാത്രി നിന്ദിക്കുന്നവരുടെ മധ്യത്തിലെ അടയാളം, കൃപയുടെ അടയാളം ദൈവം തരാൻ പോവാ. എത്ര പേര് ഇത് ഏറ്റെടുക്കും? ഏറ്റെടുക്കുന്നവർക്ക് വിടുതലാകട്ടോ. കൃപയുടെ ഒരടയാളം. ദാവീദ് ആരാണെന്ന് അവിടെ വെച്ച് വെളിപ്പെട്ടു. ശൗല് മാറി നിൽക്കുമ്പോൾ, ശൗല് ഭ്രമിച്ചു നിൽക്കുന്ന സ്ഥാനത്താ
ശൗലിന്റെ പടച്ചട്ട പോലും ഒരു യോദ്ധാവിന് ഒരു യോദ്ധാവിന് യുദ്ധക്കളത്തിൽ നിർബന്ധമായി കൊണ്ട് നടക്കേണ്ടതായ കവചം ആയുധം പോലും നിരസിച്ചുകൊണ്ട് ദൈവം ഏൽപ്പിച്ചതിനെ മാത്രം യൂസ് ചെയ്തതായ ദാവീദ്, അവൻ ആരാണെന്ന് ശൗലിന്റെ കൺമുൻപിൽ തെളിഞ്ഞു. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിലുള്ള ചേഞ്ച് ഉണ്ടല്ലോ, അത് ജനത്തിന്റെ മുൻപിൽ പ്രകടമാകുന്ന സമയം മുൻപിൽ കർത്താവ് ഇവിടെ ഇരിക്കുന്ന സകലരോടും പറയുന്ന ഒരു ദൂത്, കളക്റ്റീവ്ലി ഒരു ദൂത് കർത്താവ് പറയുക, ഏറ്റെടുത്തു കൊള്ളുക. നിങ്ങൾ പ്രവർത്തിക്കുന്ന വിഷയത്തിന്റെ മേൽ അടയാള സമേതം, പ്രാക്ടിക്കൽ അടയാള സമേതം, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ കൺഫർമേഷൻ ഒരു അടയാള സമേതം വെളിപ്പെടാൻ പോവാ. ആമേൻ. ഈ വർഷം അവസാനിക്കും മുമ്പ് ചില ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. ഈ വർഷം അവസാനിക്കും മുമ്പ് കാത്തിരുന്ന് ചില വർഷങ്ങളായി ദൈവത്തിന്റെ സന്നിധിയില് കണക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ, ഇത്രയും നാളായി പ്രവൃത്തി വെളിപ്പെട്ടില്ല, ദൈവത്തിന്റെ വാഗ്ദത്തം ഇടേന്ന് കാല് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മമ്മിമാരുടെ ഹൃദയങ്ങളിൽ തണുപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ചില മാതാക്കളോട് പറയുന്നു, ദൈവാത്മാവ് ശക്തമായി പറയുന്നു, കർത്താവിന്റെ കാൽക്കൽ വീണ് കാല് കെട്ടിപ്പിടിച്ചോണ്ട് നീ എന്നെ അനുഗ്രഹിച്ചല്ല, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്ന മാതാപിതാക്കളോട് കർത്താവ് ശക്തമായി പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരടയാളം ദൈവം പ്രവർത്തിക്കും കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിലെ തണുപ്പ്, ആശ്വാസം പകരുന്ന ഒരു പ്രവൃത്തി ദൈവത്തിൽ നിന്ന്, അതെ ഇത് എന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു ഗിഫ്റ്റ് പോലെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം തരാം. അത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും. ഇത് കർത്താവിനെ ഉറപ്പേറിയ വാഗ്ദത്തമാ. ദൈവമക്കളെ, ഓർത്തു നോക്കണം, ദാവീദ് തന്റെ ജനത്തോട് ഇടപെടുമ്പോൾ തന്നെ ഈ താഴ്മ, ദൈവസന്നിധിയിലുള്ള താഴ്മ അവന്റെ വ്യക്തിപരമായ സ്വഭാവത്തിൽ കൂടെ വെളിപ്പെട്ടു വന്നു. ഈ താഴ്മയാണ് അവന്റെ സഹോദരന്റെ മുൻപിൽ പ്രതിവാദിക്കാതിരിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത്. ഈ താഴ്മയാണ് അവനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ പ്രേരിപ്പിച്ചത്. ദൈവ പൈതലെ, നിരാശയുടെ സമയങ്ങളിൽ ലോകം നമ്മളെ പകയ്ക്കുമ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് ഈ ലോകത്തെ തെളിയിക്കാൻ നമ്മുടെ ആ ജീവിതത്തിൽ നേരിടുന്നതായ പ്രതികൂലങ്ങളെ ദൈവം കയ്യിൽ ആയുധമാക്കി എടുക്കുവാനിടയാകും. ദൈവം അത് പ്രവർത്തിക്കാൻ പോകുക കേട്ടോ. രാജാവായി തീർന്ന ശേഷം ദാവീദ് എന്തെല്ലാം യുദ്ധത്തിൽ ഏർപ്പെട്ടോ, അവന്റെ ആദ്യത്തെ യുദ്ധം ഒരു ബെഞ്ച് മാർക്കായിരുന്നു. ഓർത്തുകൊള്ളുക, ദൈവത്താൽ ഒരു വിടുതല, ദൈവത്താൽ ഒരു ജയം, അസാധാരണമായ ജയം. ഇതാ ദൈവം പറയുന്നത്, അസാധാരണമായ ജയം. ദാവീദിന്റെ ജീവിതത്തിൽ മനുഷ്യരോടുള്ള യുദ്ധത്തിൽ, ആദ്യത്തെ യുദ്ധത്തിൽ ദൈവം തന്ന ജയം പോലെ, ദൈവം കൽപ്പിച്ചതായി ഗോലിയാത്തിന്റെ മേൽ കൽപ്പിച്ച ജയം പോലെ നമ്മുടെ ആത്മീക യുദ്ധത്തിൽ ദൈവം ഇനി തരാൻ പോകുന്ന അസാധാരണമായ ഒരു വിടുതല. വചനത്തിലേക്ക് വേഗം അടങ്ങി വരട്ടെ. യോസെഫിന്റെ ജീവിതം നമ്മൾ അറിയുന്നു, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാ. ഞാൻ എല്ലാ വാക്യങ്ങളൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കമ്പി വാചകൻ പോലെ ചില വിഷയങ്ങൾ മാത്രം ഉദ്ധരിക്കട്ടെ. അവൻ പിതാവിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയിട്ട്, ഓർത്തുകൊള്ളുക, ബാല്യത്തിൽ സ്വപ്നം കണ്ടവനാ. ഉന്നതങ്ങളിൽ എത്തുമെന്നുള്ള ഒരു പ്രോമിസ് അവന്റെ മേൽ എത്തിയിരിക്കുന്നതാ. സൂര്യനും ചന്ദ്രനും ഒക്കെയും അവന്റെ വണങ്ങുമെന്നുള്ള, അവന്റെ സഹോദരങ്ങൾ വന്ന് വണങ്ങുമെന്നുള്ള ഒരു പ്രോമിസ് ലഭിച്ചതായി ബാലനായിരുന്നു. അവൻ പിതാവിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അവന് ആദ്യം അങ്കി നഷ്ടപ്പെട്ടു, പിന്നെ പൊട്ടക്കുഴിയിൽ എറിയപ്പെട്ടു. അസൂയ കാരണം പല വിഷയങ്ങൾ അവൻ നേരിടേണ്ടി വന്നു. അവിടുന്ന് അടിമയായി പോകുന്നു. അവിടെ നിന്ന് പോത്തിഫേറിന്റെ ഭവനത്തിൽ അടിമയായി ജീവിക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന് കുറ്റാരോപണം.
കുറ്റം അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് അവരെ കാരാഗ്രഹത്തില വെറുതെ ഇരിക്കുകയല്ല, ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി അവൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും അവൻ താഴ്മയോടെ ആയിരുന്നു. ദൈവത്തോട് പുറപുറത്തില്ല. ദൈവമേ, നീ എനിക്ക് സ്വപ്നം തന്നിട്ടോ, ദേശത്ത് എന്റെ സഹോദരങ്ങളെ എന്നെ വന്ന് വണങ്ങുമെന്ന് പറഞ്ഞിട്ട് അപ്പൻ തന്നെ വ്യാഖ്യാനിച്ചു കൊടുത്ത ഒരു സ്വപ്നം. അപ്പന്റെ വായിൽ നിന്നും വഴക്ക് കേട്ടു, സഹോദരങ്ങളെ അസൂയപ്പെട്ടു, എല്ലാം ഒറ്റ സ്വപ്നം കാണാമ. ദൈവ പൈതലേ, കായ്ക്കുന്ന മരമാണോ കല്ലേറ് ഉറപ്പ? കല്ലേറ് ഉറപ്പ. നീ കല്ലേറ് നേരിടുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ഇരട്ടിയായി കായ്ക്കാൻ പോവാ. ഇപ്പോൾ കാഴ്ച തുടങ്ങിയതേ ഉള്ളൂ. കല്ലേറ് തുടങ്ങിയോ എന്നാൽ ഉറപ്പ, ദൈവം വെറുതെ വിടത്തില്ല, ഇരട്ടിയായി ഫലം പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവ് നയിക്കാൻ പോകുക. ഇവിടെ ഇരിക്കുന്ന ദൈവ മക്കളോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുക, ഇരട്ടി ഫലം കായ്ക്കുവാനുള്ള സമയമാകട്ടോ. വിശ്വസ്തരായി ഉറച്ചു നിന്നുകൊള്ളുക. അവിടെ ഓരോ പ്രതിസന്ധികളിലും ഉറച്ചു നിന്നുകൊണ്ട് വിശ്വസ്തനായി താഴ്മയോടെ ആയിരുന്നതായ യോസേഫിന്റെ ഒറ്റ വാക്യം ഒന്ന് വായിക്കുക. ഉൽപ്പത്തി 41:41. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നുവെന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. അവൻ 17-ാമത്തെ വയസ്സില് വീട് വിട്ടു പോകുന്നു, അടിമയായി പോകുന്നുവെങ്കിൽ നീണ്ട 13 വർഷങ്ങളുടെ പ്രതികൂലം. എത്ര നാളാ കർത്താവെ ഞാൻ ഈ സഹിച്ചുകൊണ്ടിരിക്കുന്ന? നീ കാണുന്നില്ലേ? കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, കർത്താവ് ശക്തമായി പറയുന്നു, വിടുതൽ അടുത്തിരിക്കുകയാണെങ്കിൽ നീ അല്പം കൂടെ ക്ഷമയോടെ കാത്തിരിക്കുക, അല്പം കൂടെ ദൈവത്തിൽ താഴ്മയോടെ കാത്തിരിക്കുക. രാജാവാളയച്ച് നിങ്ങളെ വിടുവിക്കും. സ്വർഗീയ രാജാവ് എഴുന്നേൽക്കുകയോ? ദൈവം മൗനമായി ഇരിക്കുകയില്ല. യോസേഫിനെ കാരാഗ്രഹത്തിൽ നിന്നും പുറപ്പെടുവിക്കാൻ തക്ക സമയത്ത് രാജാവ് ആളയച്ച് അവനെ പുറപ്പെടുവിച്ചു. അവനെ വിളിപ്പിക്കുക. ഒരു വിളി വരുന്നുണ്ട് കേട്ടോ, എ കോൾ ഓഫ് എക്സോൾട്ടേഷൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു വിളി വരുന്നുണ്ട് കേട്ടോ. ലിനി മോൻസി എന്ന ഡിവൈസ്, അങ്ങനെയാണോ പേര്? യെസ്. കർത്താവ് പറയുകയാ, ദൈവത്തിന്റെ ഒരു പ്രോമിസ് വെളിപ്പെടാൻ പോകുക, നിറവേറാൻ പോകുക. ഒരു വിളി വരുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാത്ത ഒരു കോള് വരും, പ്രതീക്ഷിക്കാത്ത ഒരു ഫോൺ കോൾ വരാൻ പോകുക. നോക്കി പാർക്കുന്ന വിഷയത്തിന്മേൽ പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം കടന്നു വരാൻ പോകുക. അവിടെ ഒരു വിളി. ഇതാരാ? ഈ മിസ്രൈമിലെ രാജാധികാരി, പരമാധികാരിയായ ഫറവോനെ വിളിപ്പിച്ചത് യോസേഫിനെ. ദീപാരാ സിസ്റ്റർ, കർത്താവ് പറയുക, പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ഗീവ് അപ്പ് ചെയ്ത വിഷയം. എനിക്ക് ഇതിനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയം ഉണ്ടല്ലോ. കർത്താവ് പറയുക, ഞാൻ ഒരു വിളി അയക്കുന്നുണ്ട് കേട്ടോ. ഒരു വിളി വരുന്നുണ്ട്. അത് കർത്താവ് തന്നെ നിയോഗിച്ചിട്ട ഫറവോന് ദൈവം സ്വപ്നം കൊടുത്തതുപോലെ ചിലരോട് ഇടപെട്ടുകൊണ്ട് ഒരു ഫോൺ കോൾ വരും. താഴ്മയോടെ ദൈവത്തിൽ കാത്തിരുന്നു. വിട്ടുകളയരുത് വിശ്വാസത്തെ, പ്രത്യാശയെ വിട്ടുകളയരുത്. താഴ്മയെ വിട്ടുകളയരുത്. ഉയർച്ച തന്നെ പ്രാപിക്കുന്നു, താഴ്ച ഭവിക്കില്ല, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. റീബാല ജുണമനെ അന്തരെ ദൈവം മക്കളെ, റീബാല ഹസ്തുന. പിന്നത്തേതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യോസഫിന്റെ സഹോദരന്മാർ ദൈവത്തിന്റെ പദ്ധതി പോലെ തന്നെ, ദൈവസന്നിധിയിൽ കർത്താവ് തീരുമാനിച്ചതുപോലെ തന്നെ യോസഫിന്റെ മുൻപിൽ വന്ന് വണങ്ങുമ്പോഴും അവൻ കുറ്റം പറയുന്നില്ല, പരാതി പറയുന്നില്ല. ദൈവാത്മാവ് ഈ ഒരു സന്ദർഭത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്റെ ജനത്തോട് ഒരു ദൂത് അറിയിക്കുന്നു. അവൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ജനം പറഞ്ഞുണ്ടാക്കി അവനെ ദണ്ഡിപ്പിച്ചപ്പോൾ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. അവന് ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷയിൽ, ദൈവം ഏൽപ്പിച്ചതായ സ്വപ്ന വ്യാഖ്യാനമെന്ന ആ ദൗത്യം അവൻ നന്നായി ചെയ്തു.
ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം താഴ്മയോടെ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചതിനെ ചെയ്യുമെന്ന്. ചെയ്തോ ദൈവത്തിൽ നിന്നൊരു വിളി വരും, ദൈവത്തിൽ നിന്ന് അതിനൊരു പ്രതിഫലം വരും. ഇന്നലെ വരെ സ്വപ്നം വ്യാഖ്യാനിച്ച് കൊടുത്തത് തടവുപുള്ളികളോടാണെങ്കിൽ ഇനി രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനുള്ള സമയമായി ദൈവ പൈതലേ. ചില ഉന്നതന്മാരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കാനുള്ള സമയമായി. കർത്താവിന്റെ ദാസനെ, ചില ഉന്നതന്മാരോട്, ദേശത്തെ പ്രമാണിമാരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കാനുള്ള സമയമായി. ഫറവോന്റെ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ പോലും യോസേഫിന് നിൽക്കുവാനുള്ള അനുവാദമില്ല. അവൻ അടിമയാ, അവനൊരു പ്രവാസി, അവൻ അടിമയാ, മിസ്രൈമ്യൻ അല്ല, അവനൊരു യോഗ്യതയുമില്ല. പക്ഷേ രാജാവ് ആളയച്ച് അവനെ വിളിപ്പിച്ചു. കർത്താവിന്റെ ദാസനൊരു വിളി വരുന്നുണ്ട്. ചിലർ ദൈവത്തിന്റെ വചനം കേൾക്കാൻ വിളിപ്പിക്കും കേട്ടോ. ജോസ് പാസ്റ്ററിനോടുള്ള ദൂതായത്, കർത്താവിന്റെ ദാസനോടുള്ള ദൂതായത്. ചിലർ വിളിപ്പിക്കാൻ പോകുകയാ. ചില ഹയർ സർക്കിളിൽ നിന്നും നമ്മൾക്ക് നോക്കി അവരുടെ ഗേറ്റ് പോലും കടക്കാനുള്ള യോഗ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഹയർ ലെവലിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കൊണ്ട് വിളിപ്പിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ചിലരെ കൊണ്ട് വിളിപ്പിക്കും. ഇത് ദൈവത്തിന്റെ അരുളപ്പാടാ. വേഗത്തിൽ വചനത്തിലേക്കൊന്നും മടങ്ങി വരട്ടെ ദൈവമക്കളെ. സഹോദരന്മാരുടെ മുൻപിൽ നിന്ന് അവരെ സഹായിച്ച, അവരെ സ്നേഹിച്ച യോസേഫ് സഹോദരന്മാരോടുള്ള ആ സ്നേഹം പ്രകടമാക്കിയത് എങ്ങനെയെന്ന് ഓർത്തുകൊള്ളുക. അവന്റെ താഴ്മ അപ്പോഴും അവനെ വിട്ടുപോയില്ല. ദൈവത്താലാ സംഭവിച്ചതെന്നുള്ള താഴ്ന്ന ഹൃദയത്തെ താഴ്മയോടെ, ദൈവമേ ഇത് കർത്താവിനാലാ സംഭവിച്ചത് എന്ന് ആ ഉറപ്പോടെ നിന്ന് പ്രവർത്തിച്ചതായ യോസേഫിനെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുക. ദൈവത്താലാ, ദൈവം എനിക്കെന്ന ഇത് നന്മയ്ക്കായി ചെയ്തുവെന്ന് സഹോദരന്മാരോട് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള സമീപനത്തെ കാണിക്കുന്നു. താഴ്മയുള്ള സമീപനം. അത് ദൈവാത്മാവ് പറയുന്നു. എന്തെല്ലാം പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, എന്തെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുന്ന തടസ്സങ്ങൾ നേരിടുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ താണിരുന്നോളാം. ഉയർച്ച ദൈവത്തിൽ നിന്ന് വരും. ഒരടയാളം ഓരോരു വ്യക്തിയെ കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വാക്കുകൾ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. മൊർദെഖായിയുടെ കാര്യം നമ്മൾക്ക് അറിയാമല്ലോ. വചനം ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 6:12 നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വാക്യം തന്നെയാ. രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ഫറവോൻ ദുഃഖിതനായി തലമുടിയും ഹാമാനോ ദുഃഖിതനായി തലമുടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. സന്ദർഭം നമ്മൾക്കറിയാം. ഞാൻ പറഞ്ഞു പോകട്ടെ. രാജാവിന് വേണ്ടി മൊർദെഖായി ചെയ്ത വിഷയം രാജാവിന്റെ പുസ്തകത്തിൽ ക്രോണിക്കിൾസിൽ എഴുതി വെച്ചു. രാജാവ് മറന്നുപോയി. എന്നാൽ ഒരു ദിവസം രാജാവിന് സ്വസ്ഥത കൊടുക്കാതെ, രാത്രിയിൽ ഉറക്കം കൊടുക്കാതെ ദൈവം ഇടപെട്ടു. ആ ദൈവത്തിന്റെ തക്ക സമയമാ. ഇങ്ങനെ ഒരു തക്ക സമയം ഇവിടെ ഇരിക്കുന്ന ചില ദൈവമക്കളുടെ ജീവിതത്തിൽ വ്യക്തമായി വെളിപ്പെട്ട് വരാൻ പോവുക കേട്ടോ. സെറ്റ് ടൈം, അപ്പോയിന്റഡ് ടൈം, അത് വെളിപ്പെടാൻ പോവുക ദൈവമക്കളെ. ആലിസ് രാജു ആന്റി, കർത്താവ് ഒരു സെറ്റ് ടൈം വെച്ചിട്ടുണ്ട്. രാജാവിന് സ്വസ്ഥത കൊടുക്കാതെ, ഉറക്കം കൊടുക്കാതെ ദൈവം ഇടപെട്ട പോലെ കർത്താവ് ആന്റിക്ക് വേണ്ടി ഒരു പുസ്തകം തുറക്കാൻ പോവാ. കർത്താവിന്റെ നാമത്തിൽ ചെയ്ത കാര്യങ്ങൾ, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത് എല്ലാം ദൈവം തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. രഹസ്യമായി പ്രവർത്തിച്ചതിന് പരസ്യമായ പ്രതിഫലം വെളിപ്പെടാൻ പോകുന്നുവെന്ന് കർത്താവ് പറയുന്നു. രഹസ്യത്തിൽ ചെയ്ത കാര്യങ്ങളായി ജനം അറിയും, ജനം ദൈവത്തെ സ്തുതിക്കും. ഇങ്ങനെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക കേട്ടോ. ദൈവസ്ഥനിൽ താഴ്ന്നു കൊള്ളുക. കർത്താവ് തക്ക സമയത്ത് ഉയർത്താൻ പോകുക. ഇത് കർത്താവിന്റെ അരുളപ്പാട്. മൊർദെഖായിയുടെ അനുഭവം നോക്കിയാൽ രാജാവ് പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഹാമാനെ കൊണ്ട് തന്നെയാ മാനിപ്പിച്ചത് കേട്ടോ. ഹാമാനെ കൊണ്ട് തന്നെയാ. ഹാമാൻ അവിടെ ചെന്നത് എന്തിനാ? ഈ മൊർദെഖായിയെ കഴുമരത്തിൽ തൂക്കാനുള്ള അധികാരം
അധികാരം ചോദിക്കാൻ വേണ്ടിയാ രാജാവിനോട് പറഞ്ഞത്. അടുത്ത ദിവസം അവനെ കഴുമരത്തിൽ കയറ്റാൻ വേണ്ടിയാ. പക്ഷെ ദൈവ പൈതലേ, നമ്മളോടുള്ള ശത്രുവിന്റെ പോരിന്റെ ക്ലൈമാക്സ് എത്തുമ്പോഴാ ദൈവം എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നതെന്ന് ഓർത്തോണം. ഇത് നമ്മളോടുള്ള ശത്രുവിന്റെ ഏറ്റവും ക്ലൈമാക്സ് അങ്ങേയറ്റം ചെല്ലുമ്പോൾ ഇനി ഈ മിണ്ടാതിരുന്നാൽ ശത്രു നമ്മളെ മുടിച്ചു കളയുമെന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. രാജാവ് അന്ന് രാത്രി അങ്ങോട്ട് ഒരു കാര്യത്തിന് വേണ്ടി ചെന്ന ഹാമാനെ വേറൊരു കാര്യത്തിലാക്കി ദൈവത്തിന്റെ പ്രവൃത്തിയാൽ മൊർദെഖായി അവിടെ മാനിക്കപ്പെട്ടു. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ശ്രദ്ധിച്ചോണേ. ഈ മാന്യതയെല്ലാം ലഭിച്ചത് രഹസ്യത്തിലാ ചെയ്തത് കേട്ടോ. മൊർദെഖായി രഹസ്യത്തിലാ രാജാവിന് വേണ്ടി ചെയ്തത്. കൊട്ടാര നിവാസികളല്ലാതെ ലോകത്തൊരു മനുഷ്യന് പറഞ്ഞില്ല. പക്ഷേ ഈ മൊർദെഖായിയെ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മ ഒരേ ആംഗിളിൽ തന്നെ കൊണ്ടുപോകുക, ദൈവമക്കളെ ഉറപ്പിക്കുകയാ. രാജാവിന് കുതിരപ്പുറത്തെ ദേശം മുഴുവൻ ചുറ്റിച്ചപ്പോൾ ലോകം അറിഞ്ഞു. ഇങ്ങനെ ഒരു പരസ്യമായ മാന്യത ദൈവജനത്തിന് വരാൻ ദൈവം നമ്മൾ ഇരിക്കുന്നതായ ദേശത്തിന്റെ മധ്യത്തിൽ നമ്മുടെ മേല തുപ്പുന്നതായ സമൂഹത്തിന്റെ നടുവിൽ തന്നെ ദൈവത്താലുള്ള മാന്യത ലഭിച്ചാൽ ദൈവനാമം എത്രത്തോളം മഹത്വപ്പെടുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാമോ? മൊർദെഖായി ഈ ഒരു അനുഭവം കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് അങ്ങോട്ട് ചെന്നു. എവിടെയാ? ആയിരുന്ന പൊസിഷനില് രാജാവിന്റെ ഗേറ്റ് കീപ്പർ അവിടെ തന്നെ ചെന്നു. പിന്നെയും പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവ പൈതലേ, നിന്നെ ആക്കിയിരിക്കുന്ന പൊസിഷൻ മറന്നു പോകരുത്. ഹോൾഡ് യുവർ പൊസിഷൻ. ദൈവം മാനിക്കും വരെയും ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും വരെയും താഴ്മയോടെ ആക്കിയിരിക്കുന്ന ദൗത്യത്തല്ല, ദൈവത്താൽ ലഭിച്ച ഒരു ദൗത്യമാണ് കേട്ടോ. ദൈവത്താൽ ലഭിച്ചതായി ഒരു പൊസിഷനാ. ഓർത്തോണം, മൊർദെഖായി അന്ന് ഗേറ്റ് കീപ്പറായി ഇരുന്നില്ല എങ്കിൽ ആ ഷണ്ഡന്മാർ ചെയ്തതായി ഗൂഢാലോചന ഒറ്റ മനുഷ്യനും അറിയത്തില്ലായിരുന്നു, രാജാവ് കൊല്ലപ്പെടുമായിരുന്നു. മൊർദെഖായി ആ പൊസിഷനിൽ ഇരുന്നത് കൊണ്ട്, ദൈവം അവിടെ ആക്കി വെച്ചിരുന്നത് കൊണ്ടാണ് ഈ ഒരു വിടുതൽ സംഭവിച്ചത്. ദൈവം നമ്മൾ അറിയുന്നില്ല ദൈവമക്കളെ, നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് നമ്മൾ അറിയാതെ തന്നെ ചില വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നു. പക്ഷെ അതിലൂടെ നമ്മൾ അറിയാത്ത നിലയിൽ, നമ്മൾ അറിയാത്ത തലത്തിൽ വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രത്യേക പ്രതിഫലം സ്വർലോകത്തിൽ വെച്ച് മാത്രമല്ല, ഈ ലോകത്തിൽ വെച്ച് ദൈവം നമ്മൾക്ക് തന്നിരിക്കും. കാരണം ദൈവം ആരായി എന്ന ഈ ദേശത്തെ ദൈവം അറിയിക്കാൻ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ ഒന്ന് സന്തോഷിക്കാമോ? നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാ നിന്ദകൾക്കും ഒരു പ്രതിവിധി ഉണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രതിഫലമുണ്ട്. അല്പാരഭക്ഷര ഒറ്റ വാക്യം ഇവിടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എസ്തേറിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. എത്രയെല്ലാം ടൈറ്റിൽസ് ആണ് മൊർദെഖായിക്ക് കിട്ടുന്നതെന്ന് ഓർത്തോണേ. ഒറ്റ ടൈറ്റിൽ ആയിരുന്നു ഗേറ്റ് കീപ്പർ. രാജാവിന്റെ പടിവാതിൽക്കലായിരുന്നു ഒരു കാവൽക്കാരനെ പോലെ. ഒറ്റ ടൈറ്റിലാ. അവന്റെ പേര്, അവന്റേതായ പേര് മൊർദെഖായി എന്നുള്ള പേര് മാറിയില്ലെങ്കിൽ അവന്റെ പദവി മാറിയപ്പോൾ എന്തെല്ലാം ടൈറ്റിൽസ് ആണ് മൊർദെഖായിക്ക് ദൈവം കൊടുത്തത്. ദൈവമക്കളെ, നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ, നമ്മുടെ അനുഭവം മാറ്റുമ്പോൾ ഒരു കൊയ്ത്താ കേട്ടോ. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റാൻ പോവുകയാ. ഇത് ഭൗതിക തലത്തിൽ മാത്രം ചിന്തിക്കരുത്. സ്ഥിതി മാറ്റുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു മാനസികാവസ്ഥ ശരിയാണ്. ഭൗതിക തലത്തിലും വിടുതലുണ്ട്. പക്ഷെ ആത്മീക തലം മുന്നമേ ചിന്തിക്കണം കേട്ടോ. മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. മുന്നമേ ചിന്തിക്കേണ്ടത് ദൈവഹിതമാണ്. മുന്നമേ ചിന്തിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനെ എങ്ങനെ പുഷ്ടി പ്രാപിക്കുമെന്നാണ്. ദൈവ പൈതലെ കർത്താവ് പറയുക, ഒരു പുഷ്ടി വെച്ചിട്ടുണ്ട്, ഒരു കൃപ വെച്ചിട്ടുണ്ട്, ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. പദവി മാറാൻ പോകുക, പേര് മാറാൻ പോകുക.
അനുഭവം മാറാൻ പോകുക. അതുവരെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നിരുന്നു കൊള്ളുക. ദൈവത്താൽ ഒരു ഉയർച്ച വരും. റാഗലഗസ്തുന ബ്ലെസ് ആൻഡ് റിജോയ് എന്ന ഡിവൈസിലെ ആൻറ്റി കേൾക്കുന്നുണ്ടല്ലോ? യെസ്, ആന്റിയോട് പരിശുദ്ധാത്മാവ് പറയുകയാ, ഓ രട്ടിലും വെണ്ണീറിലും ഇരിക്കാൻ തന്നെയാണോ എന്റെ വിധി എന്ന ഹൃദയം കൊണ്ട് കർത്താവിന്റെ സന്നിധിയില് കരഞ്ഞിട്ടുള്ള, ആത്മാവ് ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ഒരു അനുഭവം പരിശുദ്ധാത്മാവ് ദർശിച്ചുകൊണ്ട് കർത്താവ് പറയുകയാ, സ്തുതി എന്ന മേലാട ഉടുപ്പിക്കുവാൻ, സ്തുതി എന്ന മേലാട ദാനമായി തരുവാൻ, പരസ്യമായി ഒരു ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുക. ആന്റി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? റൂഖാന അജൂടാവാല വൈടക പരസ്യമായി ഒരു മാന്യത വരികയാ. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം, ചിത്രത്തയ്യലുള്ള വസ്ത്രം അവൾ അണിഞ്ഞിരിക്കുന്നതാ. കർത്താവ് തന്നെ ദാസിയോട് അരുളി ചെയ്യുക, ഞാൻ നിന്നെ ഇനി അണിയിക്കാൻ പോകുന്നതാ ചിത്രത്തയ്യലുള്ള വസ്ത്രമാ. എന്റെ ദാസിയെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊള്ളുക, എന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നുകൊള്ളുക. നിന്നെ അനുഭവങ്ങൾക്കൊരു വ്യതിയാനം വരാൻ പോകുക. നിന്നെ അനുഭവങ്ങൾ ചേഞ്ച് ആകാൻ പോകുക. ഇതുവരെയും അനുഭവിച്ചതല്ല. സ്തുതി എന്ന മേലാട, സ്തുതി നാവിന്മേല ഏത് സമയത്തും പകൽ മുഴുവനോ ബന്ധപ്പാടിന്റെ നടുവിലോ ദൈവത്തിനുള്ള സ്തുതി നാവിന്മേൽ ഇരിക്കാത്തക്കവണ്ണം ഒരു അനുഭവത്തെ ചേഞ്ച് ചെയ്യുന്ന ദൈവ പ്രവർത്തിക്കായി കാത്തിരുന്നു കൊള്ളുക. സുജാത എന്ന ഡിവൈസ് ലെസിനോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, വിടുതൽ അടുത്തിരിക്കാൽ അലേർട്ട് ആയിരിക്കണം കേട്ടോ. വിടുതൽ അടുത്തിരിക്കാൽ ജാഗ്രത പാലിച്ചു കൊള്ളണം. കൃഷിക്കാരൻ വിത്ത് വിതച്ചിട്ട് മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേല ദൈവം പറയുന്ന ഒരു പിന്മഴ അയക്കാൻ പോകുക, ഒരു പിന്മഴ അയക്കാൻ പോകുക. പ്രതീക്ഷിക്കാത്തതായ വിഷയങ്ങൾ മുളയ്ക്കാൻ പോകുന്നത്, പ്രതീക്ഷിച്ചത് ഒന്നും അതിലുപരിയായിട്ടുള്ള വിളവും കണ്ടെത്തുന്ന സമയം കടന്നു വരികയാ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല, അതിലുപരിയായി ദൈവം എനിക്ക് ഇരട്ടിയായി കൊയ്ത്തു തന്നുവെന്ന് പറയുന്ന സമയം കടന്നു വരികയാ. മനുഷ്യരാലുള്ള വിടുതൽ അല്ല ഇത്, ദൈവത്താലുള്ള വിടുതലാ. അടയാള സമേതം വെളിപ്പെടുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക വളരെ ജാഗ്രതയോടെ. കാരണം വിതയ്ക്കപ്പെട്ട വിത്തുകൾക്കിടയിൽ കളമുളയ്ക്കുവാൻ കളയുടെ വിത്തും കൂടെ റീഗനഹന്തരെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ശത്രു വിതയ്ക്കുവാൻ നോക്കുന്ന ശത്രുവിന്റെ പോരുകൾ ഉണ്ടെന്ന് ഗ്രഹിച്ചുകൊണ്ട് ആത്മാവിൽ എപ്പോഴും ജാഗ്രതയോടെ പ്രാർത്ഥിച്ചു കൊള്ളുക. വിട്ടുകളയരുത്. ചില വിഷയങ്ങളെ സൈഡ് ലൈൻ ചെയ്തിരിക്കുക, ചില വിഷയങ്ങളെ പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ നിന്ന് പിന്നരയിലേക്ക് മാറ്റിയിട്ടില്ല, വിട്ടുകളഞ്ഞിട്ടില്ല, പക്ഷെ പിന്നരയിലേക്ക് മാറ്റപ്പെട്ടതായി ചില വിഷയങ്ങൾ. കർത്താവ് പറയുന്നു, അതിന് ആദ്യം ഉത്തരം തരും. ആദ്യം ആ വിഷയം എടുക്കും. ഒരു ഫയൽ എടുത്തിട്ട് ഏറ്റവും അവസാനത്തെ പേപ്പർ മുകളിലേക്ക് എടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, പിന്നരയിലേക്ക് മാറ്റിവെച്ച വിഷയത്തിന് മേൽ ആദ്യം ദൈവം തൊടും. പിന്നിൽ നിന്നാ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് കേട്ടോ. എത്രയെല്ലാം വിഷയങ്ങൾ പിന്നരയിലേക്ക് മാറ്റപ്പെട്ടിട്ടോ. സ്വന്തം ഭവനത്തിന് വിഷയമുണ്ട്, അതിൽ നിന്ന് കർത്താവ് ചില പേപ്പേഴ്സ് എടുക്കുന്നത് പോലെ കർത്താവ് പറയുന്നു, ഞാൻ പിന്നിൽ വെച്ചിരിക്കുന്ന വിഷയത്തെ ആദ്യം തൊടാൻ പോകുക. ഇത് കർത്താവിന്റെ ഏർലപ്പാട്. അറുജാന ദുരാബാല ചൂടമാന സാപങ്ങളോട് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്ന നോക്കി പാർക്കുന്നതായ ചില പ്രത്യേക വിഷയത്തിന് മേലെ ദൈവം ജാക്കോബിനെ ചൈതന്യം വരുത്തിയതുപോലെ ചില അടയാളങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. യാക്കോബ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. തന്റെ മകൻ മരിച്ചുപോയി എന്ന് വിധിയെ തന്നെത്താൻ മാനുഷികമായ ബുദ്ധിയിൽ കേട്ട കാര്യങ്ങൾ വെച്ച് വിധി എഴുതിയ പോലെ ചില അനുഭവങ്ങൾ മുഖത്തായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ കർത്താവ് പറയുകയാ, പെട്ടെന്നൊരു ദിവസം യാക്കോബ് പോലും അറിയാതെ ഗ്രഹിക്കാതെ ഒരു രഥം, ഒന്നല്ല പല രഥങ്ങൾ ഒന്നിച്ച് മുന്നിൽ വന്നു. ദൈവത്താൽ അയക്കപ്പെടുന്ന രാജരഥം കടന്നു വരുന്നു കേട്ടോ. ദൈവത്താൽ അയക്കപ്പെടുന്ന ചില അടയാളങ്ങൾ, ഒന്നല്ല പല അടയാളങ്ങൾ ഒന്നിച്ചു വന്ന് നിൽക്കും. അടുത്ത വർഷം ചില അടയാളങ്ങൾ ഉണ്ട് കേട്ടോ. കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക.
പ്രതീക്ഷിക്കാത്ത ചില അടയാളം വെളിപ്പെടുത്തുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ലവ്ലി യോഹന്നാൻ എന്ന ഡിവൈസിലെ ആൻറ്റി കേൾക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കാത്തതായ ദിശയിൽ നിന്നും പെട്ടെന്നൊരു കുത്തൊഴുക്ക് പോലെ തെക്കേ നാട്ടിലെ തോട് മടങ്ങി വരുന്നത് പോലെ പ്രവാസത്തിൽ പോയതായ ചില വിഷയങ്ങൾ, നഷ്ടപ്പെട്ടു വരുന്നതായ ചില വിഷയങ്ങൾ ഒരു കുത്തൊഴുക്ക് പോലെ മടങ്ങി ഭവനത്തിലേക്ക് തന്നെ വരും. ദിശ മാറത്തില്ല, ഭാരപ്പെടേണ്ട, ദിശ മാറത്തില്ല. ആരംഭിച്ചിരിക്കുക, ഒരു ഉറവ പൊട്ടിയിരിക്കുക കേട്ടോ. വിദൂരത്തിൽ ആരംഭിച്ചിരിക്കുക. ഒരു മടങ്ങി വരവിന്റെ അനുഭവം ദൈവം കാണുന്നു. ഒരു വിടുതൽ അനുഭവം ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സിമി തോമസ് എന്നാണോ പേര്? സിമി എന്നാണോ? ആൻറ്റിയോട് കർത്താവ് പറയുകയാ, ഹന്ന മനോവ്യസനത്തോടെ കരഞ്ഞതുപോലെ, പരസ്യമായിട്ടല്ല പരസ്യമായി ചിരിക്കുമ്പോഴും പരസ്യമായി സംസാരിക്കും, ജനത്തോട് ഇടപെടുമ്പോഴും ഹൃദയം വിങ്ങുന്ന ചില അനുഭവങ്ങൾ, ഹൃദയത്തിന് ഊന്നൽ വിങ്ങിപ്പെട്ടത് ചില പരസ്യമായി പറയാൻ ഒക്കുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ചില അനുഭവങ്ങള്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ അനുഭവത്തിൽ വിടുതൽ ഉണ്ടാകാൻ പോകുക കേട്ടോ. കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവം പറഞ്ഞാൽ അത് പറഞ്ഞതാകട്ടോ, വാക്ക് മാറത്തില്ല. ദൈവത്താലുള്ള വിടുതല്, ദൈവം തരുന്ന വിടുതല്, ശക്തമായി ദൈവിക പദ്ധതികള് അടയാള സമേതം വെളിപ്പെടുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ നാളുകളിൽ ദൈവമക്കളെ ജീവര ഭവിഷ്യധാരക ചോദിക്കുന്നത് പോലെയല്ല ദൈവം അധികം, ഒരു വാക്ക് പറയുക, അധികം ദൈവം തരാൻ പോകുക. പി ജെ മാത്യു അങ്ങനെയല്ലേ പേര്, പി ജെ മാത്യു എന്ന ഡിവൈസിലെ ബ്രദറിന് കർത്താവ് അരുളി ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? പി ഐ മാത്യു, താങ്ക് യു പി ഐ മാത്യു ബ്രദർ. പരിശുദ്ധാത്മാവ് പറയുക, ഈ നാളുകളിൽ ദൈവം ഒരു വാക്ക് തരിക. എത്രയധികം അക്സ തന്റെ പിതാവിനോട് ചോദിച്ചത് ഒരനുഗ്രഹമാ, ഒരു ഉറവയാ. എന്നാൽ ഈ കാലേബ് കൊടുത്തത് മലകളിലും താഴ്വരകളിലും ഒന്നിച്ചുറവയാ. റീഗന കർത്താവ് പറയുന്നു, മകനെ, ഞാൻ നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ നിനക്ക് തരുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നീ ചോദിക്കുന്ന ലെവലിലല്ല, ആത്മനിയോഗത്തെ എന്നോട് ചോദിച്ച് വാങ്ങിച്ചു കൊള്ളുക. ആത്മാവിൽ ജനത്തിന്റെ ഇടയിലേക്ക് ആത്മനിയോഗത്തോടെ കടന്നു പോകുവാന്, ദർശനത്തോടെ കടന്നു പോകുവാൻ ഒരു നിയോഗം ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു കൊള്ളുക. കർത്താവ് അത് തരാൻ ആഗ്രഹിക്കുക. ഫിലിപ്പോസ് ദൈവം പറഞ്ഞിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് പ്രതീക്ഷിക്കാത്ത പെട്ടെന്നൊരു യാത്ര. ദൈവം പറഞ്ഞാൽ പോകണം കേട്ടോ. പോകാൻ തയ്യാറാണോ? ദൈവം പറഞ്ഞാൽ പോകണം. ഉദ്ദേശിക്കാത്ത, ഒരിക്കലും ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ചില യാത്രകളായിരിക്കും, ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത വിഷയങ്ങളായിരിക്കും. പക്ഷെ ദൈവം കൽപ്പിക്കുന്ന സമയത്ത് ദൈവം കൽപ്പിക്കുന്നത് പോലെ പൊക്കണം. ബാക്കി കാര്യം ദൈവമാ ചെയ്യേണ്ടത്. ബാക്കി കാര്യം ദൈവം തന്നെ ചെയ്തോളും. എന്ത് ചെയ്യണം? ആരോട് സംസാരിക്കണം? എങ്ങനെ സംസാരിക്കണം? എല്ലാം കർത്താവ് നിശ്ചയിച്ചിരിക്കുക. കർത്താവ് പറയുന്ന ഒരു ഷണ്ണന്റെ വിടുതലുണ്ടെന്നാ. ഒറ്റ പർപ്പസിന് വേണ്ടി ആ നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ ദൈവം കൊണ്ടുപോയി. ഒറ്റ വിഷയം, ഒറ്റ വിടുതൽ. യെസ്, അനുഭവമാ കേട്ടോ ദൈവമക്കളെ, അനുഭവമാ. ഞങ്ങൾ പൂനെയിലായിരുന്നപ്പോൾ ഞാനിത് സാക്ഷ്യമായി നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ജമ്മുവിലേക്ക് അയക്കും. ഒറ്റ പർപ്പസാ, ഒരു പർപ്പസ്, വേറെ ഒന്നുമല്ല. ഞങ്ങൾ അവിടെ 3 വർഷമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. ചുരുക്കത്തിൽ പറയട്ടെ, ദൈവം ആ പർപ്പസ് തികച്ചെടുത്തിട്ട് ഞങ്ങളെ അവിടുന്ന് തിരിച്ച് വേറെ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു. ദൈവമക്കളെ, എന്റെ ഒരു സ്നേഹിത, എന്റെ ഒരു കൂട്ടു സഹോദരിയുടെ, ഇന്ന് കൂട്ടു സഹോദരി എന്ന് പറയാം, അന്ന് എന്റെ ക്ലാസ്മേറ്റാ.
എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വിടുതലായിരുന്നു. അവളെ മാനസാന്തരമായിരുന്നു. ദൈവം അവളെ വിടുവിച്ചെടുത്തു. ഞങ്ങളെ ആ ദേശത്തൊന്ന് പുറപ്പെടുവിച്ചോണ്ട് പോകും. ഒരു രാജ്പൂത് ഫാമിലിയിൽ ഒരു ഹിന്ദു കുട്ടി ഭവനത്തിൽ സഹോദരങ്ങളുടെ മധ്യേ നിന്ദിതയായി തുടരുന്ന ഒരു സഹോദരി, ഒരു കൂട്ടുകാരി. യേശുവിന്റെ സ്നേഹം അവളെ ആകർഷിക്കുവാനിടയായി. അന്ന് എനിക്ക് അറിയാവുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലമാ, ഒന്നും അറിയത്തില്ല. വചനം എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് ഒന്നും അറിയത്തില്ല കേട്ടോ ദൈവമക്കളെ. ഞാനിത് പരസ്യമായി പ്ലാറ്റ്ഫോംസിൽ പറയാറില്ല, പക്ഷെ ഇന്ന് ഇവിടെ പറയുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ചില ദൈവമക്കളെ വായ ദൈവം തുറക്കാൻ പോവാണെന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ എന്താ പറയണേ, എങ്ങനെ പറയണം, ഒന്നും ചിന്തിക്കണ്ട, വായ അങ്ങ് വിസ്താരത്തിൽ തുറന്നാ മതി. എത്രത്തോളം തുറക്കാൻ കഴിയുമ്പോ, എത്രത്തോളം കർത്താവിന് വേണ്ടി പറയാൻ കഴിയുമ്പോ പറഞ്ഞോ, ബാക്കി ദൈവം ചെയ്തോളും കേട്ടോ. ഓ, ആ സഹോദരി ഇന്ന് ദൈവവേലയിലാ. ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുന്നതിന് ശേഷം അവളുടെ സ്നാനം പോലെ നടക്കുന്നത് നോക്കണേ. കർത്താവിന്റെ ഒറ്റ പർപ്പസ് ആയിരുന്നു, വേറെ ഒന്നുമില്ല. ദൈവമക്കളെ, ദൈവം വിശ്വസ്തനാ. നമ്മളോട് ചെയ്ത വാഗ്ദത്തം നിറവേറ്റുവാൻ കർത്താവ് വിശ്വസ്തനാ. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിൻ കീഴെ താണിരിപ്പീൻ. ഉയർച്ച സ്വർഗത്തിൽ നിന്നാ വരുന്നേ. കർത്താവ് നമ്മളെ ഭൂമിയിൽ വെച്ച് ഉയർത്തും, പക്ഷെ ഒരു ഉയർച്ച വരുന്നുണ്ട്. ആർക്കും തടസ്സം ചെയ്യാൻ കഴിയാത്ത ഒരു ഉയർച്ച വരുന്നുണ്ട്. ജീവാല ഭവിഷ്യതാരകം നദീരക ശബ്ദനെ ഓ സംതിരേ ജുബാല വൈടക വാനഗോളങ്ങളെ താണ്ടി നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തുന്ന കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ആ ഉയർച്ച ആർക്കും തടസ്സം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ റെഡിയാണോ? ഇന്ന് കർത്താവ് വന്നാൽ നമ്മളെ കൊണ്ടുപോകാൻ കർത്താവ് തയ്യാറാണ്, നമ്മൾ തയ്യാറാണോ? ഇന്നാണ് കർത്താവ് വരുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക ദൈവമക്കളെ, രണ്ട് കാര്യങ്ങൾ ഒന്ന് നടക്കും. ഒന്നുകിൽ കർത്താവ് നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോകും. ജീതാല ഭവിഷ്യതാല അകന്തിരെ കർത്താവ് നമ്മളെ കൊണ്ടുപോകാനുള്ള സമയം അടുത്തിരിക്കുക കേട്ടോ. ഏത് സമയത്ത് കർത്താവ് വരുമെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ ദൈവം പറയുന്നു, ശക്തമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്തെടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ചിക്സി സിസ്റ്ററെ, ഈ ലോകത്തിൽ കർത്താവാക്കിയിരിക്കുന്ന സ്ഥാനത്ത് ചിലത് ചെയ്തെടുക്കാനുണ്ട്. അത് കർത്താവ് തക്ക സമയത്ത് ചെയ്തെടുപ്പിക്കും കേട്ടോ. അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ ദൈവം ചെയ്യിപ്പിക്കാൻ പോകുകയാണെന്നേ. ആ ദേശത്ത് വെച്ച് പ്രാഗൽഭ്യമില്ല എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കാൻ പോവുകയാണെന്നേ. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുക. ഇത് കർത്താവിന്റെ അരുളപ്പാടാ. ദൈവമക്കളെ, ആ ഉയർച്ചയിൽ നിന്നും ദൈവം നമ്മളെ ആക്കാൻ ആഗ്രഹിക്കുന്നതായ ദൈവം നമ്മളെ കൊണ്ടുപോകാനിരിക്കുന്ന ആ ഭവനത്തിലേക്കുള്ള ഉയർച്ചയിൽ നിന്നും നമ്മളെ തടയുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്ക് കഴിയില്ല. ആ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെയും എൻ്റെ ഭവനത്തെ ഓർത്തു പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എന്നെയും മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോ പരിചയപ്പെടുത്തിയ സാബുവാങ്കലിനോ മാഞ്ചിക്കും ഈ മീറ്റിംഗിൽ ഇത്രത്തോളം നേരം എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ ദൈവമക്കളും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനവും നന്ദി അറിയിക്കുന്നു. സമയം അല്പം കൂടിപ്പോയി, ദൈവനാമത്തിൽ ക്ഷമിക്കണമേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. പാസ്റ്ററാണ് പ്രാർത്ഥിച്ച ആശീർവാദം പറയേണ്ടത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന വചനം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. ഹല്ലേലൂയ. ദാവീദിന് താഴ്മയുണ്ടായിരുന്നു, യോസേപ്പിന് താഴ്മയുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ മൊർദെഖായിക്ക് താഴ്മയുണ്ടായിരുന്നു. സ്വതന്ത്രം. എന്നാൽ അവരെല്ലാം ദൈവം ഉയർത്തി എന്ന ചിത്രമാണ് ആ വചനത്തിലൂടെ നമ്മളെ കേൾപ്പിച്ചിരുന്ന രാത്രി. ദൈവാലോചനകൾ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് തന്റെ ദാസിയിലൂടെ നമ്മോട് ഇടപെട്ടു. എല്ലാം ദൈവം അതിന്റെ ക്രമത്തിൽ നിറവേറ്റും. ഒരു വചനം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ പ്രതികൂലത്തിന്റെ ക്ലൈമാക്സിലാണ് ദൈവം നമ്മളെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്നത്. ആമേൻ, സ്തോത്രം. പലപ്പോഴും പല പ്രതികൂലങ്ങൾ അനുഭവിക്കുമ്പോഴും എന്താ കർത്താവേ വിടുവിക്കാത്തതെന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും, സ്വാഭാവികമാണ്. ആമേൻ, സ്തോത്രം. അബ്രഹാം കത്തി എടുത്ത് ഇസ്ഹാക്കിനെ കൊല്ലാൻ തുടങ്ങിയപ്പോഴാ ദൈവം വിളിച്ചു. മോശക്കുഞ്ഞിനെ പെട്ടകത്തിനകത്താക്കി നീല നദിയിൽ എറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദൈവം വിഷയം കൈകാര്യം ചെയ്തത്. സ്തോത്രം.
ഹല്ലേലൂയ. അപ്പോ ദൈവം പ്രവർത്തിക്കുന്നത് ആ കഴുകുമരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് ചില പ്രതികൂലങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തും. അന്നേരം ദൈവം നമ്മളെ വിട്ടുകൊടുക്കാതെ വേഗത്തിലിറങ്ങി പ്രതിക്രിയ ചെയ്യും. ഇപ്പൊ തലയിൽ പൊൻകിരീടം ഉണ്ടാകും. ആമേൻ. ഒരു സ്ഥാനമല്ല, ഗേറ്റ് കീപ്പർ എന്ന സ്ഥാനമല്ല, പല സ്ഥാനങ്ങളിൽ അലങ്കരിക്കത്തക്കതുപോലെ മോർദെഖായിയെ മാനിച്ചതുപോലെ ദൈവം നമ്മെ മാനിക്കും. അതുകൊണ്ട് രാജാവ് ആളയച്ച് വിളിപ്പിച്ചതുപോലെ വിളിപ്പിച്ചാതിരിക്കും. ആകയാൽ നമുക്ക് ദൈവസന്നിധി താണിരിക്കാം. ആമേൻ. പി എ മത്തി പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, രാത്രിയുടെ ശാന്തമേറിയ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഭൃത്യൻ കർത്താവേ പാസ്റ്റർ ജോസ് ചില വർഷങ്ങളായി ദൈവമേ തനിക്ക് ദൈവം നൽകിയ ദർശനപ്രകാരം, കാഴ്ചപ്രകാരം ദൈവമേ സൂം പ്ലാറ്റ്ഫോമിൽ നടത്തി വരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല മീറ്റിങ്ങിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവമേ അങ്ങയുടെ ജനത്തെ കൂട്ടിവരുത്തുകയും അങ്ങയുടെ ദാസിയെ കൂട്ടിവരുത്തുകയും ദൈവമേ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തുവാൻ അങ്ങയുടെ ബലമുള്ള കരങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അവിടുന്ന് ഓർപ്പിച്ചതിന് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ശൗലിന്റെ മുമ്പിൽ, ഫെലിസ്ത്യരുടെ മുമ്പിൽ കർത്താവെ ദാവീദിനെ ഘട്ടം ഘട്ടമായി അവനെ ഉയർത്തി ആമേൻ സ്തോത്രം. അവന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ കർത്താവെ ആദരിച്ച നല്ല കർത്താവ്, ജോസഫിനെ ഘട്ടം ഘട്ടമായി ഉയർത്തിയവനായ ദൈവം, മൊർദെഖായിയുടെ രഹസ്യമായ പ്രാർത്ഥനയുടെ മുമ്പിലെല്ലാം എന്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്ത് ഹല്ലേലൂയ അവനെ പരസ്യമായിട്ട് ആദരിച്ച നല്ല കർത്താവ്, ഇന്ന് രാത്രി ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ബലമുള്ള കരങ്ങളുടെ കീഴിൽ അവിടുന്ന് പ്രവർത്തിക്കും, ഞങ്ങളെ ശക്തരാക്കുമെന്ന് ഞങ്ങളെ ഓർപ്പിച്ച തിരുനാമത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ വചനം പ്രഘോഷിച്ച അങ്ങയുടെ ദാസിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രിയപ്പെട്ടവളെ അറിയുന്നില്ല എങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ അവിടുന്ന് അറിയുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസിൽ കൂടെ ദൈവം ചെയ്യിക്കുന്ന എല്ലാ ശ്രേഷ്ഠമേറിയ തേജസ്സേറിയ വിലപ്പെട്ട മാധുര്യമായ ദൈവമേ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ നാളുകൾ ദൈവം തന്റെ ദാസിയെ സഹായിക്കുകയും ഇനിയും ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് ഇറക്കുകയും അനേകരെ തീർന്ന് വലിച്ചെടുത്ത് കർത്താവിന്റെ വരവിലേക്ക് നിത്യത്തിലേക്ക് തന്റെ ദാസിയെ ദൈവമേ ഇനിയും ശക്തീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട ദൈവത്തിന്റെ ആലോചന കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആരെങ്കിലും ക്ഷീണിതരോ കർത്താവെ മാനസികമായി ശാരീരികമായി തകർന്നിരിക്കുന്നെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന വിജയത്തിനും ആശ്വാസത്തിനും സമാധാനത്തിനുമായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് പിതാവിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ്. ആവശ്യമായ എല്ലാ കൃപയും നന്മയും ദൈവിക കരുണകളും ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ജനത്തിന്റെ മേലും വചനം പ്രഘോഷിച്ച അങ്ങയുടെ ദാസിയുടെ മേലും ഇപ്പോഴും എന്നേക്കും ഇരിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഐശ്വര്യമായ ദൈവശുശ്രൂഷ കർത്താവിന്റെ ദാസിയോടുള്ള ഞങ്ങളുടെ വിലപ്പെട്ട നന്ദി അറിയിക്കുന്നു. സിസ്റ്ററെ പരിചയപ്പെടുത്തിയ സാബുകളിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുക. സ്തോത്ര. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച കാണാം. പക്ഷേ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ ഇല്ലായിരുന്നു, തിരക്കായിരുന്നു. കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് മീറ്റിംഗ് കഴിഞ്ഞു. ദൂരെയായിരുന്നു. അല്ല, ഇച്ചിരി നമ്മുടെ ചർച്ചിന്റെ ഏരിയയിലൊക്കെ ആയിരുന്നു. കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് 11:30 12 ഒക്കെ ആയി. പിന്നെ കേറാൻ പറ്റിയില്ല. സുഖമായിരിക്കുന്നു. ഓക്കെ.